അല്ല അമ്മോ, നമ്മളിങ്ങനെയാണ് ഇരിക്കുന്നേ. നമുക്കിതിൽ ഉണ്ടാക്കണ്ടേ? വൈകിട്ട് എന്താ ഉണ്ടാക്കും നമ്മള്? ചോറഞ്ഞായിട്ട് കറി എന്ത് വെക്കും? സാമ്പാർ വെക്കാം. കുറച്ച് കിഴങ്ങും ഒരു തക്കാളിയും പിന്നെ അവിടെ കുറച്ച് ഉള്ളിയും കാട്ടിക്കൂട്ടി സാമ്പാർ വെക്കാം. ഓക്കെ, നടന്നോളൂ. കാർത്തിയാനും കൂടെ വന്നോളാ. ഒന്നത് കരുതിക്കോളൂ. അതിനെ ഉണ്ടാക്കണ വഴിക്കല്ലേ. അങ്ങനെ ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങി. പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ച് ഒരു പൂക്കളത്തിലേക്ക് നോക്കുന്ന പോലെ ഉണ്ട്. പരിപ്പ് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അവസാനം അത് കുക്കറിലേക്ക് എല്ലാ സാധനങ്ങളും കൂടി കുക്കറിലേക്ക് എടുത്തിട്ടു. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടു. അവസാനം അത് ഇങ്ങനെ നല്ല തിളച്ച് വെന്ത് കിട്ടി. എന്നിട്ട് നമുക്ക് കടുക് വറക്കാനായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇടണം. കടുക് ഇട്ട് കഴിഞ്ഞ് കടുക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ പൊട്ടാനായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ പൊട്ടി വരുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇടണം. ഉലുവയൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. ഉലുവയും കൂടി ഇട്ട് കഴിഞ്ഞ് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ, ചിലപ്പോൾ ചിലർ കായൊക്കെ ചേർക്കാറുണ്ട്. ഇത്രയും കാര്യം കൂടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിക്കുക. നമുക്കൊരു മണം വരും. മണം വരുമ്പോഴത്തേക്കിന് സാധാരണ പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞങ്ങളിവിടെ തക്കാളി കൂടുതൽ എടുത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ പുളിവെള്ളം ഒഴിക്കുന്നില്ല. പകരം ഞങ്ങൾ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചത്. അപ്പോൾ അവൻ സെറ്റാകുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ അതിലേക്ക് ഇടുന്നു. അതെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കണം. സാധാരണ നമ്മളിങ്ങനെ താളിക്കുമ്പോൾ വെണ്ടയ്ക്കൊക്കെ മുറിച്ചിടുന്നതാണ്. നമുക്ക് വെണ്ടയ്ക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അതൊന്നും ഇട്ടിട്ടില്ല. അല്ലാതെ വെക്കും ഞങ്ങളത് ഇടുന്നതാണ്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സാമ്പാർ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചാൽ മതി. ഗൈസ്, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഡിന്നറിനുള്ള കറി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് കമന്റിൽ പറയണം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. Bye bye.